भाइयों बहनों, ये देश ऐसे नहीं चल सकता है. ये देश ऐसे नहीं चल सकता है. ദേവിയേ, ദേവിക്ക് സഹിക്കോ? ചാട്ടി ഇറങ്ങില്ലേ നമ്മുടെ സംഖ്യകള്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്ത് ഒന്നും മിസ് ചെയ്യണ്ട. ഇനി അതില്ലാത്തതുകൊണ്ട് നമ്മുടെ ചാനലിട്ട് പണി തരാനുള്ള അവസ്ഥയിലോട്ട് എത്തിക്കരുത്. നിങ്ങളല്ല, കുറെ സംഖ്യകളുണ്ട്. സംഖി ചാണക സംഖി ഇങ്ങനെ വേണം സംഖികളായി പൂട്ടിച്ചില്ലേ നമ്മള്. ഒരു മെഡിക്കൽ കോളേജ് അങ്ങോട്ട് പൂട്ടിച്ച് അതിന്റെ സന്തോഷം അങ്ങോട്ട് പങ്കിടുകയാണിത്. ടെൻഷൻ മത് രഖിയേ ऐसी चीजों का. സംഘിന്റെ അടുത്ത് നിങ്ങൾ ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും പ്രതീക്ഷിക്കരുത്. എന്റെ പൊന്നുമക്കളെ പ്രതീക്ഷിക്കരുത്. സംഘി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണക സംഘി അത് തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. ചാണകപ്പുഴുവിന്റെ തലയിലെ തലച്ചോറുണ്ടെങ്കിൽ ആ തലച്ചോറിന്റെ ബുദ്ധി പോലും സംഘിയുടെ തലയിൽ കൊടുത്തിട്ടില്ല. തലച്ചോറ് കുണ്ടിമ്മൽ വെച്ചിട്ടാണ് ഈ സാധനങ്ങളെ ഇറക്കി വിട്ടിട്ടുള്ളത് നാട്ടിലോട്ട്. ഇമ്മാതിരി എന്ത് ഊളത്തരവും ചെറ്റത്തരവും കണ്ടു കഴിഞ്ഞാൽ അതിന് കൈയടിക്കാനും അതിന് ഡാൻസ് കളിക്കാനും അത് സംഘിക്ക് മാത്രമേ കഴിയുള്ളൂ. നല്ല ചാണക പെരട്ട ചെറ്റ സംഘികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഈ കണ്ടത്. നമ്മൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് കണ്ടിട്ടുണ്ടോ. ഇത് കുറച്ച് ദിവസമായി ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വന്നിട്ട്. അതായത് ജമ്മു കാശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി റിസർച്ച് ബോർഡ് മെഡിക്കൽ കോളേജിന്റെ അഫിലിയേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സന്തോഷിക്ക്. പിന്നെ ചുമ്മാ ഒരു കോളേജിന്റെ ഒരു MBBS കോളേജിന്റെ അഫിലിയേഷൻ അങ്ങനെ എടുത്ത് കളയാനുള്ളത് എന്താ അറിയോ? അത് എടുത്തു കളയാൻ കാരണമുണ്ട്. സംഘിന്റെ വികാരം ഉണർന്ന് ഇവിടൊക്കെ ഹിന്ദു ഉണരൂ എന്നും പറഞ്ഞ് വെറുതെയാണോ? സംഘി ഉണർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ രാജ്യത്ത് നടക്കും. അതായത് അവിടെ നീറ്റ് എക്സാം അതല്ലാണ്ട് എൻ്റെ ഇങ്ങളെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ചോദ്യപേപ്പർ കൊണ്ട് കുത്തിരുത്തി എക്സാം അല്ല, നീറ്റ് എക്സാം എഴുതി ഈ പറഞ്ഞ കോളേജിലോട്ട് MBBSന്റെ അഡ്മിഷൻ കിട്ടിയത് 50 പിള്ളേർക്ക്. ഇത്രയും 50 പിള്ളേർ. ഈ 50 പിള്ളേരിൽ 42 പിള്ളേരും മുസ്ലിങ്ങളായിപ്പോയി. എന്ത് ചെയ്യാനാ? വിവരം വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയി. ഇച്ചിരി പഠിച്ചു പോയി. നീറ്റിൽ എക്സാം എഴുതി ക്വസ്റ്റ്യൻ പാസ് ചെയ്ത്. അതുകൊണ്ട് അവർക്ക് നീറ്റിൽ അവിടേക്കുള്ള സീറ്റ് കിട്ടി. 42 മുസ്ലിങ്ങൾ, 8 പേരേ ഉള്ളൂ. ബാക്കിയുള്ള എന്താ പറയുക മറ്റ് മതക്കാർ. അതിൽ 7 പേര് എനിക്ക് തോന്നുന്നു നമ്മുടെ സംഘി അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട 7 പിള്ളേർ. എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാ ഹിന്ദുക്കളെയും സംഘി എന്ന് പറഞ്ഞല്ല. ഒരാൾ എനിക്കൊന്ന് ക്രിസ്ത്യനോ അങ്ങനെ ഏതോ ഒരു ഇതിലേതോ പെട്ട ഒരു കൊച്ചും. അപ്പം ഇത് കണ്ട് ഹാലിളകി സംഖ്യ അപ്പം അങ്ങോട്ട് ഉണർന്ന് സട്ട കൊഴിഞ്ഞ് ഈ നീറ്റ് എക്സാമിന് പഠിക്കാനൊന്നും സംഖ്യ ഉണർന്നില്ല. നീറ്റ് എക്സാമിന് പഠിച്ചിട്ട് അവിടെ എങ്ങനെയെങ്കിലും സീറ്റ് നടന്ന് സംഖ്യക്ക് വന്നില്ല. സീറ്റ് കിട്ടാഞ്ഞപ്പം മുസ്ലിങ്ങൾ, അതും നമ്മുടെ മാതാന്റെ കോളേജ്, മാതാ വൈഷ്ണോ ദേവിന്റെ കോളേജ്. ദേവി സഹിക്കോ? ദേവിക്ക് സഹിക്കോ? ചാട്ടി ഇറങ്ങില്ലേ നമ്മുടെ സംഖ്യകള്. അങ്ങനെ ആ കോളേജിൽ പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കോളേജ് ഈ റിസൾട്ട് വന്ന് ഈ സംഭവം വന്ന് അന്ന് തന്നെ കോളേജ് ഇവന്മാര് പൂട്ടിച്ചിട്ടുണ്ട്. അന്നന്മാര് പൂട്ടിച്ച് നേരെ കേസിന് അങ്ങോട്ട് പോയി. കേസിന് പോയിട്ട് നടക്കൂല, ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾ ചാണകം കുത്തും, ചാണകം തിന്നും, ചാണകം തൂറും, ചാണകത്ത് കിടന്ന് മെഴുകും. അങ്ങനെ ഞങ്ങൾക്ക് നീറ്റിൽ പഠിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ചാണകത്തിൽ ഞങ്ങൾ മെഴുകും. ആ മെഴുകേന്റെ ഞങ്ങൾക്ക് അതിന്റെ ബാലൻസ് ഷീറ്റ് മാർക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇത് കിട്ടണം, അഡ്മിഷൻ കിട്ടണം. നമ്മുടെ ദേവിന്റെ കോളേജാണത്, നമ്മുടെ വൈഷ്ണോദേവിന്റെ കോളേജ്. ദേവിക്ക് സഹിക്കില്ല. അങ്ങനെ ചാണക സംഖ്യകൾ എല്ലാവരും കൂടെ ഇതിന്റെ മേലെ ഇരിക്കുന്നത് നമ്മുടെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അല്ലേ, NMC അടുത്ത് പോയിട്ട് നടക്കൂല ഇത്. ഒന്നുകിൽ നിങ്ങൾ ആ കോളേജ് ഇല്ലാണ്ടാക്കുക, കോളേജ് തീർക്കുക, അല്ലെങ്കിൽ നീറ്റ് എക്സാം മാറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞത്. അതെ, നീറ്റ് എക്സാം ഒന്നുകിൽ മാറ്റി നടത്തുക, അതല്ലെങ്കിൽ ഈ കോളേജ് വേണ്ട. അങ്ങനെ ഒരു കോളേജ് ഇനി വേണ്ട. മുസ്ലിങ്ങൾ പഠിച്ച് ഡോക്ടർമാരായിട്ട് വരുന്ന കോളേജ് ഞങ്ങൾക്ക് വേണ്ടെന്ന്. അങ്ങനെ നമ്മുടെ NMC നേരിട്ട് ഇറങ്ങിയിട്ട് ഈ കോളേജിന്റെ അഫിലിയേഷൻ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇനി അവിടെ MBBS എന്ന് പറഞ്ഞ കോഴ്സ് പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല. കാരണം അവിടെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീൻ്റെ നമ്പർ കുറവാണ്, എണ്ണം കുറവാണ്, അവിടുത്തെ ഫെസിലിറ്റീസ് കുറവാണ്. ഇതേ എന്താ പറയുക കോളേജിനെ പറ്റി നമ്മുടെ പ്രധാന താടിജി മുമ്പൊരിക്കൽ പൊക്കിയും പറഞ്ഞിരുന്നു. അത് സംഖ്യകൾ തൽക്കാലം അങ്ങോട്ട് മറന്നു. താടിജിക്ക് ഇതിനൊന്നും നോക്കാൻ സമയമില്ല കേട്ടോ. താടിജി പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയല്ലേ, പട്ടം. ഇങ്ങനെ പട്ടം പറത്തുന്നതിൻ്റെ അടുത്ത് താടിക്ക് ഇതിനൊന്നും പിന്നാലെ വരാൻ സമയമില്ല. താടിക്ക് പട്ടം പരത്തണം, മറ്റേ സോമനാഥ് ക്ഷേത്രത്തിൽ പോകണം, അവിടുന്ന് കുറച്ച് നെഹ്റുവിനെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയും കുറ്റം പറയണം. ഇതൊക്കെ ആയി നടക്കണേ. താടിക്ക് എവിടെ ഇതിനൊക്കെ നേരം? കോളേജ് പൂട്ടിയോ കോളേജ് തുറന്നോ? നമുക്ക് തന്നെ 4ാം ക്ലാസ്സും കുസ്തിയോ. അതിൻ്റെ ഇടയ്ക്ക് കോളേജ് പൂട്ടിയാലും തുറന്നാലും നമുക്ക് എന്ത് കുഴപ്പം? രൂപ ഇടിഞ്ഞോ അല്ലെങ്കിൽ രൂപ പൊളിഞ്ഞോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചോ നമുക്കത് വിഷയമേ ഇല്ല. ട്രംപ് 500% ഇട്ടോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? നമ്മുടെ സംഖ്യകളില്ല, അവർ നോക്കിക്കോളും, അവർ എന്നെ ഡിഫെൻഡ് ചെയ്തോളും എന്നാണ് നമ്മുടെ താടിയുടെ ഉള്ളിൽ.
അപ്പം താടിക്ക് ഇതിന് നോക്കാൻ സമയമില്ല. പക്ഷെ താടി പണ്ട് ഇങ്ങനെ ഒന്നും അല്ലേ കേട്ടോ നമ്മുടെ താടി. भाइयों बहनों, ये देश ऐसे नहीं चल सकता है, ये देश ऐसे नहीं चल सकता है. പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത്. പോട്ടെ, നമ്മൾ ഇനി അതൊന്നും പറയുന്നില്ല. ഈ ശരിക്കും നമ്മുടെ സ്റ്റേറ്റിലെ അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. നമ്മുടെ ബീഹാർ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ബീഹാറിൽ ആകെ 48,200 ഡോക്ടേഴ്സേ നമ്മുടെ കണക്ക് പ്രകാരമുള്ളൂ. അതായത് അവിടുത്തെ എന്താ പറയുക, ഡോക്ടേഴ്സ് പെർ 1000 ആൾക്കാരെ ഒരു എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ, ബീഹാറിന്റെ ജനസംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 48,000 ഡോക്ടറെ വെച്ച് അവിടുത്തെ ജനസംഖ്യനെ നമ്മൾ ആനുപാതികം കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1000 ആൾക്കാർക്ക് 0.37 ആണ് അവിടുത്തെ കണക്ക്. അതായത് ഒരു 1000 ആൾക്കാർ വരികയാണെങ്കിൽ 1000 ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഒരു അര ഡോക്ടർ പോലും ഈ പറഞ്ഞ ബീഹാറിലില്ല. പിന്നെ ഛത്തീസ്ഗഡിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0.36 ഡോക്ടറാണ് 1000 പേര് വന്നു കഴിഞ്ഞാൽ. ജാർഖണ്ഡ് 0.21, മിസോറാം 0.12, നാഗാലാൻഡിൽ 0.07. BJP ഉള്ള സ്ഥലങ്ങളാട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞുള്ള അവസ്ഥ, എൻ്റെ പൊന്നു സംഖ്യകളെ, നിങ്ങളുടെ കുത്തിക്കഴപ്പിനും കുത്തിത്തരിപ്പിനും വേറെ വല്ല പരിപാടിക്കും പോകണം. നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഒരു കോണവുമില്ല. രാജ്യത്തിനെ വിറ്റ് പൈസ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ സംഘികളുടെ മൂത്ത നേതാക്കന്മാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സംഘികളുടെ കൂട്ടത്തിലുള്ള ചെറിയ നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിലെ ബാക്കി സകലമാന സംഘികൾക്കും പഠിക്കാൻ നേരമില്ല. കാരണം ബുദ്ധിവികാസം ഇല്ലല്ലോ ഒട്ടും. ചാണകം തലച്ചോറിന് പകരം പ്ലേസ് ചെയ്തിട്ടല്ലേ നമ്മുടെ ശ്രീരാമകുമാരൻ കൊണ്ട് വിട്ടത്. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ അത്ര ചിന്തിക്കാനുള്ള കഴിവല്ലേ. അപ്പോൾ പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് വരും. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചിന്തകളുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ നീറ്റിന് പഠിച്ച് എക്സാമൊക്കെ എഴുതി നടക്കൂലെന്ന്. സംഘിന്റെ ചെവിയിലൊന്നും വേദോതിട്ട് കാര്യമില്ല. പോത്തിന്റെ തലച്ചോറ് പോലും ഇല്ലാത്തതാണ് ഈ സംഖ്യക്ക്. അപ്പൊ ഇതെല്ലാം അതിന്റെ അപ്പുറത്തും ചെയ്യിക്കും. അങ്ങനെ NMC അവിടുത്തെ ഇതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തപ്പം അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട വീഡിയോ. ഇനി BJP RSS പിന്തുണ ഉള്ള സംഘടനകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഏകദേശം 60ഓളം സംഘടനയാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുള്ളത്. ഇത് സനാതന ധർമ്മത്തിന്റെ വിജയമായിട്ടാണ് കോളേജിന് മുമ്പിൽ നൃത്തം ചെയ്തിട്ടാണ് നമ്മുടെ സംഘ പരിവാണങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് എന്ന് NMC കാരണമായി പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി തന്നെ ഈ കോളേജിനെ പറ്റി പുകഴ്ത്തി എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇവിടെ ഒന്ന് സ്മരിച്ചു പോവാണ്. നമ്മുടെ മോദിജിയെ നമ്മളൊന്ന് അറിയാണ്ട് നമ്മൾ സ്മരിച്ചു പോവാണ്. ഇതേ സ്ഥാനത്ത് നമ്മൾ മറ്റ് ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഏകദേശം 3.5 കോടി രൂപ മധ്യപ്രദേശിലെ പഞ്ച് ഗവ്ർ പദ്ധതി പ്രകാരം, പഞ്ച് കവർ എന്തായാലും, അതായത് പ്രകാരം ക്യാൻസർ ചികിത്സാ ഗവേഷണത്തിനായിട്ട് 3.5 കോടി രൂപ അനുവദിച്ചു. ഈ ക്യാൻസർ എന്താ പറയുക, ഈ ചികിത്സാ ഗവേഷണം എവിടുന്നാരോ ചാണകത്തു നിന്നാണ്. ചാണകത്തിൻ്റെയും പശുവിൻ്റെ മൂത്രത്തൊന്നും ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3.5 കോടി രൂപയുടെ മധ്യപ്രദേശിൽ ചെലവാക്കിയിട്ടുള്ളത്. ഇതിൽ 1.90 കോടി രൂപ ചാണകം, ഗോമൂത്രം, പാത്രങ്ങൾ എന്നിവ വാങ്ങാനായി ചെലവഴിച്ചു എന്നാണ് അവിടുത്തെ കണക്ക്. നമ്മൾ പണ്ടിടയിൽ മുള തപ്പിപ്പോയതും കുറവുണ്ടോ? നമ്മൾ വയനാട്ടിൽ മുള തപ്പിപ്പോയി ചെലവ് ഇത്ര, നമ്മൾ എന്താ പറയുക നിലമ്പൂര് മുള തപ്പിപ്പോയി ചെലവ് ഇത്ര. അപ്പറഞ്ഞ പോലെ നമ്മൾ അപ്പുറത്തെ ചേട്ടൻ്റെ ആലയിൽ ചാണം തേച്ച് പോയി, അല്ല ചാണകവും പശുമൂത്രം കളക്ട് ചെയ്യാൻ പോയി കിടക്കട്ട് 50 ലക്ഷം. നമ്മുടെ ഇപ്പുറത്തെ സംഖ്യയുടെ വീട്ടിൽ നമ്മൾ ചാണകവും ഗോമൂത്രവും കളക്ട് ചെയ്യാൻ പോയി കിടക്കട്ട് 50 ലക്ഷം. അങ്ങനെ 1.90 കോടി 1.90 കോടി രൂപ ചാണകമുത്രപാത്രങ്ങൾ വാങ്ങാനായിട്ട് ചെലവഴിച്ചു. ബാക്കിയുള്ള പൈസ എവിടെയെന്ന് ചോദിച്ചപ്പം അവർക്ക് അറിയില്ല. അതിനുള്ള കണക്ക് പിന്നെ കാണിക്കാന്നാണ് പറഞ്ഞത്. മിക്കവാറും ചാണകം കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ബീഫ് കഴിച്ചായിരിക്കും അല്ലേ. ചാണകം തേടി പോയ സമയത്ത് പോയവർക്ക് പൊറാട്ടയും ബീഫും കഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ചെലവിൽ അങ്ങനെ പോയി. നമ്മുടെ രാജ്യത്തെ ഈ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കുറവുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഉള്ള സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ ചിലവാക്കുന്നതും മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾ ആസ്പത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമ്മുടെ രാജ്യത്തെ ആരോഗ്യ രംഗത്തെ തകർച്ചനെ പറ്റി നമുക്ക് പറയാം. രാജ്യത്ത് 11 എയിംസുകളുണ്ട്. 11 എയിംസുകളിലെ 40% തസ്തികകളിലും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡോക്ടേഴ്സിലായിട്ടും അതല്ലാണ്ട് മറ്റ് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണം 40% തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി ഉത്തർപ്രദേശിലെ സർക്കാർ ആശുപത്രിയിൽ ഏകദേശം 5000-ലധികം ഡോക്ടർമാരുടെ കുറവുണ്ട് എന്നും നമുക്കറിയാം. ഞാൻ തുടക്കത്തിൽ മറ്റൊരു കണക്കും കൂടെ ഞാൻ കാണിച്ചിരുന്നു അല്ലേ. ബീഹാറിലും ഛത്തീസ്ഗഡിലും ഈ പറഞ്ഞ സകല എന്താ പറയുക നമ്മുടെ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മാത്രമല്ല ഡൽഹിയിലെ പൊല്യൂഷൻ്റെ കാര്യം നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞത്. എന്നാലും ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥിതിയുടെ അവസ്ഥനെ പറ്റി പറയും. ലോകത്ത് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള 100 സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ
85% ഇന്ത്യയിലെ സിറ്റീസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 85% ഇന്ത്യൻ സിറ്റീസാണ്. അത് ഇന്ത്യൻ സിറ്റീസിൽ തന്നെ ഏറ്റവും മുന്നിട്ട് ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ സിറ്റീസാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംഘികൾ ഭരിക്കുന്ന സിറ്റീസാണ്. നമ്മുടെ ആരോഗ്യ രംഗത്തെ ഞാൻ പറയുന്നില്ല ബാക്കി, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ എയിംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തള്ളിക്കളിക്കുന്ന 2 ചെക്കന്മാരുണ്ട് കേട്ടോ. നമ്മുടെ 2 സംഘിക്കുട്ടന്മാർ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ എയിംസ് കൊണ്ടുവരും, എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. അവിടുത്തെ ഡോക്ടേഴ്സിനും കൂടെ നിങ്ങളൊന്ന് കൊണ്ടുവരണം കേട്ടോ. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലത്തെ ഇത്രയും ആൾക്കാരും വെച്ചിട്ടില്ല എയിംസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ടുള്ള മെച്ചം നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് വേണം. അതല്ലാണ്ട് നിങ്ങൾ എയിംസ് കൊണ്ടുവന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ രാജ്യം വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിലെ എന്തെങ്കിലും ഒരു മെച്ചം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരോഗ്യം എടുത്ത് നിങ്ങൾ എടുത്തോ, ഒരു മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുത്ത് നിങ്ങൾ വെച്ചോ, ഏത് രീതിയിൽ നിങ്ങൾ എടുത്തോ, ആരോഗ്യം എടുത്തോ, വിദ്യാഭ്യാസം എടുത്തോ, പോവർട്ടി എടുത്തോ, എന്ത് വേണമെങ്കിലും എടുത്തോ, സംഘികൾ ഭരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, തമ്പുരാനെ ഒന്ന് പോയി കിട്ടിയാൽ മതി നമ്മൾ ആലോചിച്ച് പോകും. അങ്ങനെ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓടി വരാൻ തോന്നും നമുക്ക് നമ്മുടെ നാട്ടിലോട്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലോട്ട്, സ്പെഷ്യലി കേരളത്തിലോട്ട്. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം അമിട്ട് ഇവിടെ വന്നൊരു പൊട്ടിക്കൽ പൊട്ടിച്ചത്. ഇവിടെ കേരള മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടുന്നു. കേരളം രക്ഷപ്പെട്ടിടത്തോളം മതി. നീ താനും തൻ്റെ BJP ചാണക മുഖ്യമന്ത്രിമാരും കൂടെ കൊണ്ടുവന്നിട്ട് കേരളം കൂടെ ഈ UP പോലെയും അല്ലെങ്കിൽ ഈ മറ്റേ ഉത്തരേന്ത്യയിൽ തെറിച്ച സംസ്ഥാനങ്ങളെ പോലെ ആക്കാതിരുത്താൽ മതി നീയൊക്കെ. അത്രയും ആ സ്ഥലങ്ങളിലൊക്കെ അവസ്ഥകൾ ഞങ്ങൾ കാണുന്നുണ്ട് ഡെയിലി. കേരളത്തിനും കൂടെ ആ അവസ്ഥയിലോട്ട് എത്തിക്കാണ്ടിരിക്കുക. എൻ്റെ പൊന്ന് ചാണക വാണങ്ങളെ, ചാണകം നിങ്ങൾ തിന്ന് തൂറി എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഇവിടുത്തെ ചാണക വോട്ടും കൂടെ അവന്മാർക്ക് കൊടുത്ത് ഈ ചാണകങ്ങളെ കയറ്റാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ട്രൈ ചെയ്യണല്ലോ. പെട്ടുപോകും, നമ്മൾ കഷ്ടപ്പെട്ടു പോകും. കേരളത്തിന് ഇപ്പം ഏതൊരു ഇൻഡസ് എടുത്തു കഴിഞ്ഞാലും 2, 3 അല്ല 1, 2, 3 സ്ഥാനത്ത് കേരളം കാണും. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രൊപ്പഗണ്ട ഉണ്ടല്ലോ, അതായത് ഈ മതപരമായ വിദ്വേഷം ഈ ആൾക്കാരുടെ ഇടയിലോട്ട് ഫ്രഷ് മൈൻഡിലോട്ടൊക്കെ കുത്തി കയറ്റി വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെയും ശാസ്ത്രത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ചാണകങ്ങളെ വാർത്തെടുത്തോ, നിങ്ങൾ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും വാർത്തോ. ഇതുപോലെ തുറന്ന കോളേജുകൾ നമ്മൾ പൂട്ടിക്കൊണ്ടിരിക്കും. UP കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏകദേശം 20,000 പിള്ളേരെ 30,000 പിള്ളേരെ ഇപ്പോൾ പഠിപ്പ് നിർത്തിയെന്നുള്ള ന്യൂസ് നമ്മൾ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചാണകം മെഴുകുക, നിങ്ങൾ ചാണകം തൂറുക, നിങ്ങൾ ചാണകം തിന്ന് പശുമൂത്രം കുടിക്കുക, നിങ്ങൾ എന്ത് ചെയ്തോ നമ്മുടെ നാട്ടിലോട്ട് നിങ്ങളത് കൊണ്ടുവരാണ്ടിരിക്കുക. അപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വാണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കുറച്ച് വിദ്യാഭ്യാസവും പഠിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ, ഞാൻ പറഞ്ഞ സംഖ്യകളെ കാര്യമില്ല, നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ, ഇവരൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലും വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലും ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും കച്ചവടം ചെയ്തും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. സംഘികൾ ഇപ്പോഴും എന്തും വിളിച്ചിട്ട് ആ പറഞ്ഞ സാധനം വിളിച്ചിട്ട് ഈ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. പട്ടിണി പാവങ്ങളാണ്. അതുകൊണ്ട് ഈ വക ഐറ്റംസിനെ നമ്മുടെ നാട്ടിലോട്ട് കയറ്റാണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്ത് ഒന്നും മിസ് ചെയ്യണ്ട. ഇനി അതില്ലാത്തതുകൊണ്ട് നമ്മുടെ ചാനലിട്ട് പണി തരാനുള്ള അവസ്ഥയിലോട്ട് എത്തിക്കരുത്. നിങ്ങളല്ല, കുറേ സംഖ്യകളുണ്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട്, സംഖ്യകൾ കാണിക്കുന്ന ഈ തിട്ട പരിപാടികൾ കാണിക്കുന്നത് കൊണ്ട് സംഖ്യകൾ എങ്ങനെയെങ്കിലും റിപ്പോർട്ട് അടിച്ചിട്ട് എന്തെങ്കിലും അടിച്ചിട്ട് എനിക്കിട്ട് പണി തരാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്.